പകുതിയോളം ആളുകളാണ് ഇപ്പം ജോയിൻ ചെയ്തിട്ടുള്ളത്. പ്രയാസങ്ങൾ ഉണ്ടാകും. നല്ല രാത്രി ചെയ്യാമുള്ളതിലൊക്കെ കഴിഞ്ഞിട്ട് നല്ല ഉറക്കച്ചടവുണ്ടാവും. നമ്മൾക്ക് ഇന്ന് വളരെ വേഗത്തിൽ അവസാനിപ്പിക്കാം. ഇന്നലെ രാത്രി ഞാനിങ്ങനെ ആലോചിച്ചിരുന്നു ഇന്ന് ക്ലാസ് ഒഴിവാക്കി എന്നുള്ള മെസ്സേജ് അയക്കണമെന്ന്. പക്ഷെ ഇന്ന് ഒഴിവാക്കിയ പിന്നെ വലിയ ഒരു ഇടവേള നമ്മുടെ ക്ലാസ്സിന് വരുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് ക്ലാസ് എടുക്കാം എന്ന് കരുതിയിട്ടുള്ളത്. എന്തായിരുന്നാലും അള്ളാഹു നമ്മളുടെ കൂടിയിരിക്കൽ ഈ റമദാനിന്റെ അവസാനത്തെ പത്തിൽ അവന്റെ കലാമിനെ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഈ കൂടിയിരിക്കൽ നമ്മൾ ഇന്നൊരു പുണ്യകർമ്മമായി റബ്ബ് സ്വീകരിക്കുമാറാകട്ടെ. നമ്മള് സൂറത്തുൽ ഖാരിഅയുടെ 9 വരെയുള്ള ആയത്തുകൾ നമ്മൾ വായിച്ചില്ല. ഇനി അതില് സത്യം പറഞ്ഞ 2 ആയത്തുകളെ ബാക്കിയുള്ളൂ. അവസാനം നമ്മൾ വായിച്ചത് 6, 7, 8, 9 ആയത്തുകളല്ലേ? 4 ആയത്തുകളല്ലേ നമ്മൾ കഴിഞ്ഞ ആഴ്ച വായിച്ചത്? അല്ലേ? അല്ല, 2 ആയത്തെ വായിച്ചിട്ടുള്ളൂ അല്ലേ? 6, 7 മാത്രമേ വായിച്ചിട്ടുള്ളൂ. അതെ, ഓക്കെ. നമുക്ക് നോക്കാം. അപ്പൊ ഇനി 4 ആയത്തുകൾ ബാക്കിയാണ്. നമുക്കിത് വേഗം തീർക്കാൻ. 6-ാമത്തെ ആയത്തിൽ മൻ സഖുലത് മവാസീനുഹു ഫഹുവ ഫീ ഐശത്തിൻ റാദിയ എന്നായിരുന്നു പറഞ്ഞത്. എന്നാൽ ആരുടെ മവാസീനാണോ ഭാരമുള്ളതാകുന്നത്, സഖുലത് ഭാരമുള്ളതാകുന്നത്, ഫഹുവ ഫീ ഐശത്തിൻ റാദിയ അവൻ റിളയുള്ള സംതൃപ്തമായ ഒരു ജീവിതത്തിലായിരിക്കും ഉണ്ടാവുക എന്ന് സൂറത്തുൽ നഹ്ലിലൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകൾക്കുള്ള പ്രതിഫലത്തെ കുറിച്ച് പറഞ്ഞു. ഹയാത്തൻ ത്വയ്യിബ എന്ന് പറയുന്നുണ്ട്. അയാൾക്ക് പിന്നെ ഒരു നല്ല ജീവിതം പടച്ചു കൊടുക്കുക. എന്താണോ ഹയാത്തുൻ ത്വയ്യിബ എന്ന് പറയാൻ പറ്റുന്നത്, അയാൾ നല്ല ജീവിതം അയാൾക്ക് അല്ലാഹു നൽകുന്നുണ്ട്. ഇനി അതിന്റെ തുടർച്ചയാണ് തൽക്കാലം മ്യൂട്ട് ചെയ്യുന്നുണ്ട്. ആവശ്യത്തിന് നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്യാം. ഇനി അതിന്റെ തുടർച്ചയാണ് 8-ാമത്തെ ആയത്തില് വരുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. വഅമ്മാ മൻ ഖഫ്ഫത് മവാസീനുഹു وأما من خفت موازينه. 6-ാമത്തെ ആയത്തും 8-ാമത്തെ ആയത്തും തമ്മിൽ എന്തൊക്കെയാ വ്യത്യാസമുള്ളതെന്ന് പറയാൻ പറ്റുമോ? 6-ാമത്തെ ആയത്തും 8-ാമത്തെ ആയത്തും തമ്മിൽ എന്തൊക്കെയാ വ്യത്യാസമുള്ളത്? ഒന്ന് ഫയാണ്, ഇവിടെ ഫയാണ്. അവിടെ ഫ അപ്പോൾ എന്നുള്ള ഒരു അർത്ഥത്തിൽ വന്നിട്ടുള്ളതാണ്. ഇവിടെ വ എന്നുള്ളത് ഒരു തുടർച്ചയാണ്. അപ്പൊ ഒന്ന് പറഞ്ഞു അതിനോട് ചേർത്ത് മറ്റൊന്ന് പറയണം. അസഫിന് വേണ്ടിയുള്ള വായാണ് അവിടെ വന്നിട്ടുള്ളത്. പിന്നെ ഇവിടെ സഖുലത്താണ്, ഇവിടെ ഖഫത്താണ്. പ്രധാനമായ ഒരു വ്യത്യാസം അതേ ഉള്ളൂ. സഖുലത്ത് എന്നതിന്റെ നേരെ വിപരീതമാണ് ഖഫത്ത് എന്നത്. സഖുലത്ത് എന്നതിന്റെ അർത്ഥം എന്തായിരുന്നു? ഭാരമുള്ളതായി. എന്ത് ഭാരമുള്ളതായി? മവാസീനു, തന്റെ തുലാസ്. മൻ, യാതൊരുവൻ, അല്ലെങ്കിൽ ആര് എന്നൊക്കെയുള്ള അർത്ഥം. ആരുടെ തുലാസുകളാണോ ഭാരമുള്ളതാകുന്നത് അവൻ സംതൃപ്തമായ ഒരു ജീവിതത്തിലായിരിക്കും എന്നാണ് 6, 7 ആയത്തുകളിൽ പറയുന്നത്. എന്നാൽ ഇവിടെ പറയുന്നത് ആരുടെ തുലാസുകളാണോ ഭാരം കുറഞ്ഞതാകുന്നത്, ഹഫീഫത്താകുന്നത്. ഹഫത്ത് ഭാരമില്ലാത്തതാകുന്നത്, അതിനാണ് ഹഫീഫത്ത് എന്ന് പറയാ. കലിമത്താനി സഖീലത്താനി ഫിൽ മീസാനി ഹഫീഫത്താനി അലൽ ലിസാൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ? 2 വചനങ്ങൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നു. സഖീലത്താനി, നല്ല ഭാരമുള്ളതായിരിക്കും അത്. എവിടെ? ഫിൽ മീസാൻ, തുലാസിൽ. ഖഫീഫത്താനി, അത് രണ്ടും വളരെ ഭാരം കുറഞ്ഞതായിരിക്കും. എവിടെ? അലൽ ലിസാൻ, നാവിന് വളരെ ഖഫീഫത്തായിട്ടുള്ള, മീസാനിൽ സഖീലത്തായിട്ടുള്ള 2 വചനങ്ങൾ. ഹബീബത്താനി റഹ്മാൻ,
പരമകാരുണികന് ഭയങ്കര ഇഷ്ടപ്പെട്ട 2 വാക്കുകൾ. ഏതാ അതൊക്കെ? ആ 2 വാക്കുകൾ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അസീം എന്ന 2 കലിമത്തുകളെ കുറിച്ചാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇവിടെ പറയുന്നത് വഅമ്മാ മൻ ഖഫ്ഫത് മവാസീനുഹു, ആരുടെ തുലാസുകളാണോ ഭാരം കുറഞ്ഞതാകുന്നത് എന്ന് പറഞ്ഞാൽ ആരുടെ നന്മകളാണോ ഭാരം കുറഞ്ഞതായി തീരുന്നത്, ഫഉമ്മുഹു ഹാവിയ, فأمه هاوية فأمه هاوية. അപ്പോൾ ഉമ്മുഹു, എന്താ ഉമ്മുഹു എന്ന് പറഞ്ഞാൽ? ഉമ്മ എന്ന് പറഞ്ഞാൽ ഉമ്മ. ഉമ്മുഹു എന്ന് പറഞ്ഞാലോ അവന്റെ ഉമ്മ. അവന്റെ ഉമ്മ. അവന്റെ ഉമ്മ ആരായിരിക്കും? ഹാവിയത്തായിരിക്കും. അവന്റെ ഉമ്മ ആരായിരിക്കും? ഹാവിയത്തായിരിക്കും. ആരുടെ ഉമ്മയെ ഹാവിയത്താവാ? തുലാസിന് തുലാസിന് കനല്ലാത്ത ആള്, നന്മ കുറഞ്ഞ ആള്. ചിലപ്പോ ചില ആളുകളൊക്കെ നന്മ കുറെയൊക്കെ ഉണ്ടാവും കേട്ടോ, കുറെ ചെയ്തിട്ടൊക്കെ ഉണ്ടാവും, കർമ്മങ്ങൾ കുറെ ചെയ്തിട്ടുണ്ട്, ഇഷ്ടം പോലെ ഉണ്ടാവും. സുന്നത്ത് നോമ്പുകളും സുന്നത്ത് നിസ്കാരങ്ങളും ദാനധർമ്മങ്ങളും പിന്നെ ഇങ്ങനെ തുടങ്ങിയിട്ട് കുറേ നന്മകളൊക്കെ ഉണ്ടാവും ഇവിടുന്ന് പോകുന്ന സമയത്ത്. പക്ഷെ അവിടെ എത്തിയപ്പോ തുലാസിൽ വെക്കാൻ അതൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ഉണ്ടാവും ചില ആളുകൾ. അതാരാ? മുനാഫിക്കുകളല്ല, മറ്റുള്ളവരെ കുറ്റം പറഞ്ഞു. അതെ, മറ്റുള്ളവരെ കുറ്റം പറയുക എന്നുള്ളത് മാത്രമല്ല, നമ്മളുടെ നാവ് കൊണ്ടോ നമ്മളുടെ കൈ കൊണ്ടോ ആർക്കെങ്കിലും ഒക്കെ അവരുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നന്മകൾ നഷ്ടപ്പെടുത്തി കളയുന്ന, നമ്മൾ ചെയ്ത് വെച്ചതൊക്കെ പരലോകത്ത് നമ്മളുടെ തുലാസിലേക്ക് എടുത്തു വെക്കാനില്ലാത്ത അവസ്ഥ ഉണ്ടാക്കും. കാരണം എന്താ വെച്ചാൽ പടച്ചോൻ ഒരിക്കലും എന്ത് ചെയ്യില്ല, അനീതി പ്രവർത്തിക്കില്ല. ഇവിടെ ഞാൻ ബാധ്യത ബാക്കി വെച്ചിട്ട് പരലോകത്ത് ചെന്നാൽ പടച്ചവന്റെ ബാധ്യതയാണ് ആരുടെ അവകാശമാണോ ഞാൻ ഹരിച്ചത് അത് തിരിച്ചു കൊടുപ്പിക്കുക എന്നുള്ളത്, അത് വീട്ടുക എന്നുള്ളത്. അവന്റെ അടുത്താണെങ്കിൽ നയാ പൈസ ഉണ്ടാവില്ല അവിടെ. ഇവിടുന്ന് മരിക്കുന്നതോടുകൂടെ എന്റെ മുൽക്കൊക്കെ പോയി, എല്ലാത്തിന്റെയും. എനിക്കൊന്നിനും അവകാശമില്ല, മാലി എന്ന് പറയാൻ ഒന്നുമില്ല. 3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഞാൻ ഉടുത്ത് നുരുമ്പിപ്പോയതാണ്, പിന്നെ ആരും എടുക്കൂല എന്നുള്ളതുകൊണ്ട് പിന്നെ ഞാൻ തിന്ന് തീർത്തതാണ്, അതും പിന്നെ ആരും ഉപയോഗപ്പെടുത്തില്ല. പിന്നെ ഉള്ളത് ഞാന് ദാനം ചെയ്ത, അല്ലെങ്കിൽ ഞാൻ ചെയ്ത കർമ്മങ്ങളാണെന്ന് പറയാം നമ്മൾ. ഇത് 3ലും മാത്രമാണ് നമ്മൾക്ക് നമ്മളുടെ ശരീരത്തിൽ നിന്ന് എന്നേക്കുമായിട്ട് നഫ്സ് വേർപെടുന്ന സമയത്ത്, അഥവാ റൂഹും ശരീരവും വിച്ഛേദിക്കപ്പെടുന്ന സമയത്ത് എനിക്ക് ഇന്റത് എന്ന് പറയാൻ ഇപ്പൊ എന്തൊക്കെ ഉണ്ടോ അതൊന്നും ഉണ്ടാവില്ല. ഇപ്പൊ എനിക്ക് വീട് ചൂണ്ടിക്കാണിക്കാനുണ്ട്, വാഹനം ചൂണ്ടിക്കാണിക്കാനുണ്ട്, എന്റെ കയ്യിലുള്ള പൈസ കാണിക്കാനുണ്ട്, ഇതൊന്നും ഉണ്ടാവില്ല. ഒന്നും ഞാൻ ഇന്റതെന്ന് പറയില്ല. വീടും വാഹനവും ഒക്കെ അതിന്റെ അവകാശികൾ എന്ത് ചെയ്യും? നാളെ മുതൽ അവരുടേതാണെന്ന് പറയും. അതെങ്ങനെ ആർക്കാണോ അതിന്റെ അവകാശം പോവുക അവരുടേതാണെന്ന് പറയും. പിന്നെ എന്റെ കയ്യിലുണ്ടാവും ഈ സാധനങ്ങൾ മാത്രം, എന്റെ കർമ്മങ്ങൾ മാത്രം. ആ കർമ്മങ്ങൾ എടുത്തിട്ട് വേണം എന്ത് ചെയ്യാൻ? ഞാൻ ആ സമയത്ത് എന്റെ റൂഹ് ശരീരത്തിൽ നിന്ന് വേർപെടുന്ന സമയത്ത് ആരുടെയെങ്കിലും മനസ്സിനെ നോവിച്ചത് തീർപ്പാക്കാത്ത അവസ്ഥയിലാണ് ആ സമയത്ത് ഞാൻ ഇവിടുന്ന് വിട പറഞ്ഞതെങ്കിൽ, അല്ലെങ്കിൽ ആരുടെയെങ്കിലും ശരീരത്തെ വേദനിപ്പിച്ചത് തീർപ്പാക്കാത്ത കോലത്തിലാണ് ഞാൻ ഇവിടുന്ന് മരണപ്പെട്ടതെങ്കിൽ, അല്ലെങ്കിൽ ആരുടെയെങ്കിലും സമ്പത്തിനെ അന്യായമായി അപഹരിച്ച്, കടം വാങ്ങിയതൊക്കെ വെച്ചാൽ ചിലപ്പോൾ ആരെങ്കിലും ഒക്കെ കൊടുത്ത് നമ്മളുടെ സ്വത്തൊന്നും എടുത്ത് കൊടുത്ത് തീർക്കും വിചാരിക്കും. പക്ഷെ അറിയാതെ നമ്മള് കൈക്കലാക്കിയുണ്ടാവും. ചിലപ്പം കച്ചവടത്തില് കള്ളത്തരം കാണിച്ചിട്ട് ചിലതൊക്കെ മറച്ചു വെച്ചിട്ട്, ഇപ്പൊ വാഹനമൊക്കെ കച്ചവടം ചെയ്തിട്ട് അങ്ങനെ പൈസ ഉണ്ടാക്കിയ ആളുകളൊക്കെ ഉണ്ടാവും. ന്യൂനതകളൊക്കെ മറച്ചു വെച്ചിട്ട് ആ ന്യൂനതകൾ വെളിവാക്കിയാൽ കിട്ടാവുന്ന പൈസയേക്കാൾ കൂടുതൽ അനുഭവിച്ച ആളുകൾ ഉണ്ടാവും. സക്കാത്ത് കൊടുക്കാതെ അനുഭവിച്ച ആളുകൾ ഉണ്ടാവും. ഇതൊന്നും ചിലപ്പോൾ കടായിട്ട് കിടക്കുന്നുണ്ടാവില്ല. കടായിട്ട് എഴുതി വെച്ചൊക്കെ ചിലപ്പോൾ ആരെങ്കിലും വീട്ടിൽ നിന്ന് വരും. അല്ലെങ്കിൽ പിന്നെ അനന്തരം സ്വത്ത് അന്യായമായിട്ട് കൈക്കലാക്കിയവരുണ്ടാവും വീണുകൊണ്ട്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട്
നമ്മളുടെ കയ്യിൽ അന്യായമായി മരിക്കുന്ന സമയത്ത് അതാണെന്ന് വെച്ചാൽ വേറെ ആർക്കും ഒരു കടമായിട്ട് അറിയാത്തത് കൊണ്ട് വീട്ടിയിട്ടുമില്ല. ഇങ്ങനെ ബാധ്യതകളുമായിട്ടാണ് നമ്മൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നതെങ്കിൽ പിന്നെ അവിടുന്ന് എന്ത് ചെയ്യണം? അത് തീർപ്പാക്കണം. അവര് വരികയും ചെയ്യും കേട്ടോ. ആരൊക്കെയാണോ അവകാശികൾ അവരൊക്കെ വരും. സ്വന്തം ഇണയാണെങ്കിലും വരും. എനിക്ക് ഇയാളെടുത്തുനിന്ന് അല്ലെങ്കിൽ ഇവളെടുത്തുനിന്ന് എന്ത് കിട്ടാനുണ്ട്? അവകാശം കിട്ടാനുണ്ട്. എന്നെ വേദനിപ്പിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ എന്നെ ശാരീരികമായി ഉപദ്രവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ എന്റെ സ്വത്ത് അന്യായമായി അപഹരിച്ചിട്ടുണ്ട്. അവിടെ പിന്നെ കൊടുക്കാൻ കർമ്മ ഉണ്ടാവുള്ളൂ. അപ്പൊ പോകുന്ന സമയത്ത് പടച്ചോൻ എന്റെ അടുത്ത് കുറെ കർമ്മ ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ ശരിയാ. പക്ഷെ എവിടെ വെക്കാൻ ഉണ്ടാവില്ല? മീസാനിൽ വെക്കാൻ ഉണ്ടാവില്ല. ഇടപാട് തീർക്കുക എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. എപ്പോ തീർക്കും? മരിക്കുന്നതിന് മുന്നേ തീർക്കണം അല്ലെ? എപ്പോഴാ മരിക്കുക? അറിയില്ല. അപ്പൊ എപ്പോ തീർക്കണം? ഇപ്പൊ തീർക്കണം. ഇനി പൈസന്റെ പ്രശ്നം വെച്ചാൽ ചിലപ്പോ ബുദ്ധിമുട്ടുണ്ടാവും. ചിലപ്പോ ചിലതൊക്കെ കുറച്ച് പറഞ്ഞ അവധി നീട്ടേണ്ടി വരും, എനിക്കിപ്പോ കൊടുക്കാൻ കഴിയാത്തത് കൊണ്ടാണെങ്കിൽ. പക്ഷെ നമുക്കറിയാലോ, എനിക്ക് അർഹത അല്ലാത്ത, എന്റേതല്ലാത്തത് എത്രയാണ് എന്റെ കയ്യിലുള്ളത് എന്നുള്ളത് ആലോചിച്ചാൽ കിട്ടുമല്ലോ. ആരതൊക്കെയാണെന്നുള്ളത്, എത്ര പൈസയാണെന്നുള്ളത് നമുക്ക് ആലോചിച്ചാൽ കിട്ടല്ലോ. അറ്റ്ലീസ്റ്റ് അത് ആർക്ക് അവകാശപ്പെട്ടതാണോ അവരോട് പറഞ്ഞിട്ടെങ്കിലും ഒന്ന് ചെയ്യണ്ടേ? ഇല്ലെങ്കിൽ പെട്ടെന്ന് മരണപ്പെട്ടു പോയാലോ? ചെറിയ നഷ്ടമായിക്കൂല, ചെറിയ ഖേദമായിക്കൂല പരലോകത്ത് ചെല്ലുമ്പോ. ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പണിയായിരുന്നു ഇടപാട് തീർക്കുക എന്നുള്ളത്. പക്ഷെ നമ്മളുടെ അലംഭാവം കൊണ്ട് അതൊന്നും കുഴപ്പമില്ല, അല്ലെങ്കിൽ അതിനൊക്കെ ഇനി സമയമുണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചിങ്ങനെ നീട്ടിവെച്ച് പെട്ടെന്ന് മരണം പിടികൂടി. എങ്ങനെ എപ്പോഴാ മരണം പിടികൂടുക എന്നുള്ളതൊന്നും ആർക്കും അറിയില്ലല്ലോ. അപ്പം അവിടെ എത്തുമ്പം തുലാസിൽ വെക്കാൻ ഇതെല്ലാം കൂടി കൊടുത്താട്ട് വീട്ടിയപ്പോ തുലാസിൽ വെക്കാൻ എന്തില്ല? നന്മകളില്ലാതെ വരുന്ന അവസ്ഥ ഉണ്ടാവുന്ന അവരുടെ ഉമ്മ ആരായിരിക്കും? അങ്ങനെ ഒരാൾക്ക് നമ്മളുടെ അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ, നമ്മളുടെ തുലാസ് നന്മയുടെ ഭാഗത്തൊന്നും വെക്കാനുണ്ട്, പക്ഷെ അത് തിന്മകളെ അപേക്ഷിച്ച് കുറവാണെന്ന് വിചാരിക്കുക. അവരുടെ ഉമ്മ ആരായിരിക്കും? ഹാവിയായിരിക്കും. അവരുടെ ഹാവിയായിരിക്കും എന്ന് പറഞ്ഞാൽ അവിടെ ഉമ്മ ഉണ്ടാവുമോ? പിന്നെന്താ ഹാവിയായിരിക്കും എന്ന് പറഞ്ഞാൽ? എന്ന് പറഞ്ഞാൽ അഭയം എന്ന അർത്ഥം. അഭയം. ഒരാള് ഒരു മാനസികമായ പ്രയാസം അനുഭവിക്കുന്ന സമയത്ത് എവിടെ ചെന്നിട്ടാ അഭയം തേടുക? ഉമ്മാന്റെ അടുത്ത്. ഉമ്മയുടെ അടുത്ത് അനുഭവിക്കുന്ന അഭയം ഒരാൾക്ക് വേറെ എവിടെയും കിട്ടൂല എന്നുള്ളതാണ്. ഇനി ഉറങ്ങല്ലേ? വാസിക്കുന്നില്ലല്ലോ. ഒരിക്കലും കിട്ടൂല ഉമ്മാന്റെ അടുത്തുള്ള അഭയം. ഭാര്യനെടുക്കുന്ന കിട്ടൂലേ? ഓ, കിട്ടും. ചോദിക്കാനൊരു കാരണമുണ്ട്. സാധാരണ ഈ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന നമുക്കൊക്കെ ഒരു പ്രശ്നമുണ്ട്. അസുഖം വരുന്ന സമയത്ത് അവര് സ്വന്തം വീട്ടിൽ പോകാൻ താല്പര്യപ്പെടും. സ്വന്തം വീട്ടിൽ പോകാൻ താല്പര്യപ്പെടുമ്പം പിന്നെ നമ്മള് പറയുന്നൊരു സംഗതി ഉണ്ട്, എന്താ ഇവിടുന്ന് ആരും നോക്കൂലേ, ഇവിടെ അമ്മ നോക്കൂലേ, അല്ല ഞാൻ നോക്കൂലേ എന്ന്. സത്യത്തിൽ നോക്കാത്തതുകൊണ്ടൊന്നും അല്ല. അത്തരം സമയങ്ങളിൽ, പ്രത്യേകിച്ച് ഈ അസുഖം വരുന്ന സമയത്തൊക്കെ സ്വന്തം ഉമ്മാന്റെ അടുത്തെത്തിയാൽ കിട്ടുന്ന ഒരു മാനസികമായ ആശ്വാസം വേറെ എവിടുന്ന് കിട്ടില്ല എന്നതാണ്. പക്ഷേ പർസനോടൊന്ന് ചോദിക്കാമോ ബഷീർത്ത? ഇല്ല, ഇടക്ക് പോയെന്ന് റീചാർജ് ചെയ്ത് വന്നെങ്കിലേ മുന്നോട്ട് പോവുള്ളൂ. എനിക്കൊക്കെ അങ്ങനെ. ഞാൻ പറഞ്ഞത് ഇതൊരു വസ്തുതയാണ്. ഉമ്മയുടെ അടുത്ത് കിട്ടുന്ന ഒരു ആശ്വാസവും ഉമ്മയുടെ അടുത്ത് കിട്ടുന്ന ഒരു സുരക്ഷിതത്വ ബോധവും എന്ന് പറഞ്ഞാൽ അത് ചെറുതല്ല. എന്ന് പറഞ്ഞാൽ ശരിക്കും അതാണ് ശരിക്കും ഒരു മനുഷ്യന് പ്രയാസഘട്ടങ്ങളിൽ കയറി ചെല്ലാനുള്ള ഒരു ഇടമാണത്. എന്തൊക്കെ സംഭവിച്ചാലും ശരി അവിടെ ഒന്ന് പോയാൽ എന്നതാണ്. അതുകൊണ്ടാണ് അതിന് എന്ന നമ്മളുടെ ഉമ്മക്ക് ആ പേര് വന്നിട്ടുള്ളത്. ഇവിടെ
നന്മയുടെ തുലാസുകൾ കനം കുറഞ്ഞു പോകുന്ന ആളുകളുടെ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഹാവിയ ആയിരിക്കും. എന്താ ഹാവിയ എന്ന് പറഞ്ഞത്? നരകം. നരകത്തിന്റെ ഒരു പേരാണ്. നരകത്തിന് ഒരുപാട് പേരുകളുണ്ട്. ഞാൻ മുമ്പ് ചോദിച്ചിരുന്നു, നിങ്ങൾക്ക് അറിയാവുന്ന പേരുകൾ ഏതൊക്കെയാണ്? ജഹന്നം, ഓർമ്മയിൽ ഏതൊക്കെ വരുന്നത്? നാറ്, ജഹന്നം, ജഹന്നം, ലവ, കല്ലാ ഇന്നഹാ ലവ, പിന്നെ ജഹീം, പേരുകളുണ്ട്. ജഹീം, പിന്നെ ഹൗത്താമ, പിന്നെ ഹാവിയ. ഇവിടെ വന്നിട്ടുള്ള ഹാവിയ. ഈ ഓരോ പേരുകളും ശരിക്ക് ഓരോ വിശേഷണങ്ങളാണ്. ഓരോ പേരുകളും ഓരോ വിശേഷണങ്ങളാണ്. ഹാവിയ എന്നത് നരകത്തിന്റെ ഒരു പേരാണ്. പക്ഷെ നരകത്തിന്റെ പേര് വരാൻ കാരണമുണ്ട്. അത് നരകത്തിന്റെ ഒരു വിശേഷണം. എന്താ ഹാവിയത്ത് എന്ന പദത്തിന്റെ അർത്ഥം അറിയാവോ നിങ്ങൾക്ക്? ഹവാ എന്ന് പറഞ്ഞാൽ എന്താ? ഹവാ, വായു. വന്നജ്മി ഇദാ ഹവാ എന്ന് പറയുന്നത് നക്ഷത്രം തന്നെയാണ് സത്യം. സൂറത്ത് നജ്മിന്റെ തുടക്കത്തിലുള്ളതാണ്. നക്ഷത്രം തന്നെയാണ് സത്യം. അത് ഹവാ, താഴേക്ക് പതിച്ചാൽ എന്നാണ്. താഴേക്ക് വീഴുന്നതിനെയാണ് എന്ത് പറയാ? ഹവാ എന്ന് പറയാ. അവിടെ പടച്ചോൻ സാക്ഷി നിർത്തുന്നത് നക്ഷത്രത്തിന്റെ പതനത്തെയാണ്, താഴേക്കുള്ള വീഴ്ചയാണ്. നക്ഷത്രം എങ്ങനെ താഴേക്ക് വീഴുന്നതിനെ സാക്ഷി നിർത്തിയിട്ടാണ് അള്ളാഹുവിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമ മുഖേന അല്ലെങ്കിൽ ബൈത്തുൽ ഇസ്സയിൽ നിന്ന് അല്ലെങ്കിൽ ബൈത്തുൽ മഅ്മൂർ എന്ന് പറഞ്ഞിട്ടില്ലേ, ബൈത്തുൽ മഅ്മൂറിൽ നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് വരുന്നുണ്ട് ഖുർആനുമായിട്ട്. ആ വരവ് നമ്മളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി പടച്ചവൻ കൊണ്ടുവന്നിട്ടുള്ള അല്ലെങ്കിൽ പടച്ചവൻ സാക്ഷി നിർത്തിയിട്ടുള്ളത് എന്തിനെയാന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഈ നക്ഷത്രം താഴേക്ക് വീഴുന്നത് കണ്ടിട്ടില്ലേ? അത് തന്നെയാണ് സത്യം. കണ്ടിട്ടുണ്ടോ നക്ഷത്രം താഴേക്ക് വീഴുന്നത്? അത് രണ്ടും തമ്മിൽ ബന്ധമുണ്ട് കേട്ടോ. നക്ഷത്രത്തിന്റെ താഴേക്കുള്ള വരവും അത് പഠിച്ചാൽ, നക്ഷത്രത്തിന്റെ വീഴ്ചയെ പഠിച്ചാൽ ഉപരി ലോകത്തു നിന്ന്, ആകാശ ലോകത്തു നിന്ന് സന്ദേശം നബിയിലേക്ക് ഇങ്ങനെ ഇറങ്ങി വരുന്നത് ബോധ്യപ്പെടാൻ കുറച്ചുകൂടി എളുപ്പമാണ്. നമ്മൾ പഠിക്കുന്ന ഒരു വിഷയമാണ് ഈ ആസ്ട്രോണമി. ആസ്ട്രോളജി അല്ല കേട്ടോ, അബദ്ധമാണത്. ജ്യോതിഷമല്ല, പിന്നെയോ ജ്യോതിശാസ്ത്രം. ആസ്ട്രോഫിസിക്സ് നമ്മൾ പഠിക്കേണ്ട ഒരു സ്ഥലം. അത് ഈ വഹി ഇറങ്ങുന്നത് അല്ലെങ്കിൽ മലക്കുകളെ കുറച്ചുകൂടെ നമ്മൾക്ക് ബോധ്യപ്പെടാൻ എളുപ്പമാണ് ഈ ജ്യോതിശാസ്ത്രത്തിന്റെ പഠനം എന്ന് പറയുന്നത്. ഞാനിത് ഇവിടെ പറഞ്ഞെന്താ വെച്ചാൽ, ഹവാ എന്ന് പറഞ്ഞാൽ താഴേക്ക് പതിച്ചു എന്നാണ്. ഭാരമുള്ള ഒരു സാധനം ഉയരത്തിൽ നിന്ന് താഴേക്ക് വീഴുന്നതിനെയാണ് എന്ത് പറയാ? ഹവാ എന്ന് പറയാ. ഇവിടെ ഹാവിയത്ത് എന്ന പദം ഏതിന്റെ പേരാ? നരകത്തിന്റെ പേരാ. അപ്പൊ എന്തുകൊണ്ടായിരിക്കും നരകത്തിന് ഹാവിയത്ത് എന്ന പേര് വന്നത്? താഴേക്ക് പതിക്കണോണ്ട്. അതിങ്ങനെ വീഴുക ചെയ്യുക, അതിലേക്ക് താഴേക്ക് ഇങ്ങനെ വീഴുക ചെയ്യുക, താഴേക്ക് വീഴുക ചെയ്യുക, നരകത്തിലേക്ക് നമ്മൾ വീഴുക ചെയ്യുക. അത് നമ്മളല്ല കേട്ടോ. നരകത്തിലേക്ക് ആരാണോ വിധിക്കപ്പെടുന്നത് അവരെ ഒരിടത്തിട്ട് ഇങ്ങനെ കത്തിക്കല്ല ചെയ്യുക, അവരെങ്ങനെ തള്ളിയിടുക ചെയ്യുക. അൽഖൂഹു എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ, അവരിടുക. ഖുദൂഹു ഫഗുല്ലൂഹു ثم الجحيم صلوه. അതിലേക്ക് ഇടുക ചെയ്യുക. അത് എങ്ങനെയായിട്ട് അറിയാമോ? ഇടുന്നതിനൊരു രീതിയുണ്ട്. തല കീഴായിട്ടല്ല,
നമ്മളുടെ ഏറ്റവും ടോപ്പ് പിടിക്കും എന്ന് പറഞ്ഞാൽ ഈ കുടുംബ പിടിക്കും. പിന്നെ നമ്മളുടെ ഓട്ടം എന്ന് പറഞ്ഞാൽ ഏറ്റവും താഴെ ഭാഗം പിടിക്കും, കാലും പിടിക്കും. ഇത് രണ്ടും കൂടി ഇങ്ങനെ ചേർത്ത് പിടിച്ചാൽ എങ്ങനെ ഉണ്ടാവും നമ്മള്? ഒടിഞ്ഞ് ഒരു വി ഷേപ്പിൽ ഉണ്ടാവും. അങ്ങനെ ബന്ധിച്ചു കളയുന്ന ആ അവസ്ഥയിൽ ബന്ധിച്ചിട്ടാണ് എന്ത് ചെയ്യാ? നരകത്തിലേക്ക് ഇടാ. ഈ ബന്ധിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഉറപ്പാണ് പരലോകത്തെത്തിയിട്ട് ഞാൻ തോറ്റു എന്ന് കണ്ടാൽ, എനിക്ക് ഇടത് കൈയിൽ കർമ്മരേഖ വാങ്ങേണ്ടി വന്നു, എന്റെ തുലാസ് കനം കുറഞ്ഞു എന്നത് നമ്മൾക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പടച്ചവനുമായിട്ട് തർക്കിക്കണ്ട. ആ വൈവയുടെ സമയത്ത്, നമ്മളുടെ കർമ്മങ്ങൾ വിലയിരുത്തുന്ന സമയത്ത് സ്വകാര്യമല്ലാതെ പടച്ചവനുമായിട്ട് സംസാരിച്ച് അവസാനം തർക്കമായി നമ്മൾ തോറ്റു. തർക്കമായ പിന്നെ തോറ്റു ഉറപ്പാ. നമ്മൾ ന്യായം പറയാൻ പോയി, പിന്നെ അതിന് മറുപടിയായി അങ്ങനെ ഒരു തർക്കത്തിലേക്ക് അത് പോയാൽ നമ്മൾ പരാജയപ്പെട്ടു എന്നുള്ളത് ഏതാണ്ട് ഉറപ്പായി. പിന്നെ നമ്മളെ മാറ്റി നിർത്തും, നരകക്കാരുടെ കൂട്ടത്തിലേക്ക് മാറ്റി നിർത്തും. ഒരിക്കലും ആ മനുഷ്യന് ഏതായാലും വിധി വന്നല്ലോ, ഇനിയിപ്പോ അത് അനുഭവിക്കേ രക്ഷയുള്ളൂ വിചാരിച്ചിട്ട് സ്വന്തം തീയില്ല ചെന്നത് സ്വീകരിക്കൂല, ഒരിക്കലും സ്വീകരിക്കൂല. കാരണം കഴിയില്ല, അത് അനുഭവിക്കാൻ കഴിയൂല എന്ന് ഉറപ്പാണ്. അത്ര ഭീകരമാണത്. പിന്നെ പടച്ചവനോട് കുറെ പറഞ്ഞു നോക്കും, എനിക്ക് ഒരു ചാൻസ് കൂടി തന്നാൽ മതി, ഞാൻ ശരിയായിക്കോളും എന്നൊക്കെ. കാര്യമില്ല, നടക്കൂല. അങ്ങനെ ഹിദായത്തിട്ട് എല്ലാവർക്കും പടച്ചവൻ ഹിദായത്ത് കൊടുക്കുന്നു. ഇത് കണ്ടിട്ട് അനുഭവിച്ചിട്ട് പിന്നെ ഒരു അവസരം കൂടി കൊടുക്കാൻ വെച്ചാൽ അത് കൊടുക്കൂല. ഒരുപാട് അവസരം ദുനിയാവിന് കൊടുത്തിട്ടുണ്ട്, മനസ്സിലാക്കാൻ മാത്രം കൃത്യമായ തെളിവുകൾ കൊടുത്തിട്ടുണ്ട്, ഉപദേശങ്ങൾ നൽകിയിട്ടുണ്ട്, കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ബുദ്ധി കൊടുത്തിട്ടുണ്ട്, ഒക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ മനസ്സിലാക്കാത്ത ആള് പിന്നെ അവിടെ ചെന്നിട്ട് പടച്ചവനെ ചാൻസ് തന്നാലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ എന്നാലോ ഇനിയിപ്പോ എന്റെ മുന്നിൽ ഒരു ഓപ്ഷനും ഇല്ല, ഞാൻ നിസ്സഹായനാണ് എന്നതുകൊണ്ട് പോയിട്ട് അത് പിന്നെ സ്വീകരിക്കോ? സ്വയം സ്വീകരിക്കോ? ഇല്ല, കൊതറി മാറുകയാണ്, കൊതറി മാറും. ആ സമയത്ത് കൊതറി മാറാതിരിക്കാൻ ശക്തമായ മലക്കുകൾ പിടിച്ചിട്ട് വലിയ ചങ്ങലയിൽ ബന്ധിച്ചടയുക, വലിയ ചങ്ങലയിൽ ബന്ധിച്ചടയും. എന്നിട്ട് നരകത്തിലേക്ക് ഇട്ടുക ചെയ്യാം. അതൊരു ഹാവിയത്താണ്, താഴേക്ക് വീഴുന്ന ഒന്നാണ്. ഇതൊരു സിലിണ്ടർ പോലെയൊക്കെയാണെന്ന് ചിലപ്പോൾ നമുക്ക് ഇങ്ങനെ ഖുർആന്റെ ചില വിശേഷണങ്ങൾ കാണുമ്പം മനസ്സിലാക്കാൻ കഴിയും. കുഴിയാണത്, കുഴിയാണ്. ഒരുപാട് വിശാലത എന്നുള്ളതല്ല, അതിന് ആകാശഭൂമികളോളം വിശാലമായ ഏരിയൊന്നും ആവശ്യമില്ല. അതിങ്ങനെ താഴേക്ക് പോകുന്ന സംഗതിയാണ്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എന്തോ ഒരു ഭാരമുള്ള ശബ്ദം താഴേക്ക് വീണാൽ ഉണ്ടാവുന്ന ഒരു ശബ്ദം ഉണ്ടാവില്ലേ? പെട്ടെന്നൊരു സാധനം, ഒരു തേങ്ങ പറമ്പിൽ വീണു, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് പതിച്ചു, വലിയൊരു ഭാരമുള്ള സംഗതി പെട്ടെന്ന് അതിനേക്കാൾ ഭാരമേറിയ ഒരു സാധനം തപ്പും പറഞ്ഞ് താഴേക്ക് വീഴുന്ന ശബ്ദം ഇങ്ങനെ കേട്ടപ്പം സഹാബികൾ ചോദിക്കുന്നുണ്ട്, അതെന്തേ അസാധാരണമായ എന്തോന്ന് വീഴുന്ന ശബ്ദം കേട്ടത് എന്ന് ചോദിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് നൽകിയിട്ടുള്ള ഒരു മറുപടി ഉണ്ടെന്നാ, ഒരു കല്ലാണ് 70 ഹരീഫ് എന്നാണ്. 70 ഹരീഫ് എന്ന് പറഞ്ഞാൽ 70 വർഷം. 70 വർഷം മുമ്പ് നരകത്തിലേക്ക് ഇട്ട ഒരു കല്ല് ഇപ്പോഴാണ് എന്ത് ചെയ്യുന്നത്? പതിക്കുന്നത്. നിങ്ങളത് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്തോളൂ, ആഴം എത്ര ഉണ്ടാവുന്നത്. നമ്മളൊരു സാധനം ഒരു ഹൈറ്റിൽ നിന്ന് ഒരു 2 നില ബിൽഡിങ്ങിന്റെ, അല്ലെങ്കിൽ ഒരു 10 നില ബിൽഡിങ്ങിന്റെ, അല്ലെങ്കിൽ ഒരു 100 നില ബിൽഡിങ്ങിന്റെ മേലേന്ന് താഴേക്കിട്ടാൽ, അത്യാവശ്യം ഭാരമുള്ള ഒരു സാധനം താഴേക്കിട്ടാൽ എത്ര സമയം എടുക്കും താഴെത്താൻ? സെക്കൻഡുകൾ പോരെ? സെക്കൻഡുകളോട് താഴെ എത്തും. പക്ഷെ ഇത് താഴെ എത്തുന്നില്ല. 1 സെക്കൻഡ് കഴിഞ്ഞ്, 2 സെക്കൻഡ് കഴിഞ്ഞ്, 1 മിനിറ്റ് ആയിട്ടും ഇത് വീണിട്ടില്ല, താഴെ എത്തിയിട്ടില്ല. 1 മിനിറ്റും പിന്നെ 1 മണിക്കൂറും 1 ദിവസവും 1 വർഷവും 70 വർഷവും കഴിഞ്ഞിട്ടാണ് താഴെ പതിക്കുന്നതെങ്കിൽ അതിന്റെ ആഴം എത്രയായിരിക്കും?
ഈ താഴേക്ക് വീഴുക എന്ന് പറയുന്നതേ ഭീകരമാണ്, അല്ലേ? ഒരു വലിയ കയത്തിൽ അല്ലെ ഒരു വലിയ കൊക്കയിലേക്ക് ഇങ്ങനെ പതിക്കുക എന്ന് പറഞ്ഞാൽ ആ വീഴ്ച തന്നെ നമ്മൾ കാണുക എന്നാ പറയാ. നിങ്ങൾ അങ്ങനെയാണോ പറയുന്നത് എനിക്കറിയില്ല. നമുക്കിങ്ങനെ കാണിച്ചുണ്ടാക്കുന്ന ഒരു സംഗതിയാണ് താഴേക്കുള്ള പതനം എന്ന് പറയുന്നത്. ഹുയ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഹവാ എന്ന് പറയുന്നത്, താഴേക്ക് വീഴുക എന്ന് പറയുന്നത് അത്രമേൽ ഭീകരമായ ഒരു സംഗതിയാണ്, ഭയാനകമായ ഒരു സംഗതിയാണ്. ഇവിടെ പരാജയപ്പെട്ടു പോകുന്നതാണ്, അഥവാ നന്മയുടെ തുലാസിൽ ഒന്നും വെക്കാനില്ലാത്ത അല്ലെങ്കിൽ തിന്മയെ അപേക്ഷിച്ച് കുറഞ്ഞതുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ പരാജിതരാണ്. അവർക്ക് പിന്നെ അഭയം എന്താണ്? ഹാവിയയാണ് എന്ന് പറഞ്ഞാൽ ആഴമേറിയ നരകമാണ്. ഉമ്മുഹു ഹാവിയ. ഇവിടെ ഞാൻ നേരത്തെ നിങ്ങളോട് ചോദിച്ചിരുന്നു, ഈ 6-ാമത്തെ ആയത്തും 7-ാമത്തെ ആയത്തും എന്തൊക്കെയാ വ്യത്യാസങ്ങളുള്ളത്? നിങ്ങൾ പറഞ്ഞു ഫ ആണ് അവിടെ, വ ആണ് ഇവിടെ, സഖുലത്താണ് അവിടെ, ഹഫത്താണ് അവിടെ. ഈ മൻ എഴുതിയെടുത്തുണ്ടെങ്കിലും വ്യത്യാസം ഉണ്ടോ? മൻ എന്നുള്ളത് എഴുതിയെടുത്തുണ്ടെങ്കിലും വ്യത്യാസം ഉണ്ടോ? ആ 6-ാമത്തെ ആയത്തിൽ സുക്കൂനിനെ അടയാളപ്പെടുത്തിയിട്ടില്ല, സുക്കൂനിന്റെ സിമ്പൽ കൊടുത്തിട്ടില്ല, ഇതിന് ഹറക്കത്തില്ല എന്നതിന് പ്രത്യേകിച്ച് ഒരു സിമ്പലും കൊടുത്തിട്ടില്ല. എന്നാൽ ഇവിടെ ഹറക്കത്തില്ല എന്നുള്ളത് സാക്കിനായിട്ടാണ് ഉച്ചരിക്കേണ്ടത് എന്നതിന് ഒരു സിമ്പൽ കൊടുത്തിട്ടുണ്ട്. അത് ഒരിടത്ത് കൊടുക്കാൻ മറന്നുപോയതായിരിക്കോ? മറന്നുപോയതല്ല, പ്രിന്റിങ്ങിൽ വന്ന മിസ്റ്റേക്ക് അല്ല, ബോധപൂർവം പ്രിന്റ് ചെയ്യാതിരുന്നത് അല്ലെ? എന്തിനാ അവിടെ ബോധപൂർവം പ്രിന്റ് ചെയ്യാതിരുന്നത്? ഈ അടയാളം സുക്കൂൻ ആണ് ഈ അക്ഷരം, അല്ലെങ്കിൽ സാക്കിനായിട്ടാണ് ഈ അക്ഷരം ഉച്ചരിക്കേണ്ടത് എന്ന അടയാളം കൊടുക്കുക, സാക്കിനായ നൂനിന് കൊടുക്കുക. അതിനുശേഷം ഹംസ, ഹ, ഐൻ, ഹ, ഗൈൻ, ഹ, ഈ 6 അക്ഷരങ്ങളാണ് അതിന് ശേഷം വരുന്നതെങ്കിൽ മാത്രമാണ്. ആ അക്ഷരങ്ങൾക്ക് എന്താ പറയാ, എന്തൊരു പേരുണ്ടല്ലോ, അ, ഹ, അ, ഹ, അ, ഹ, ഗ, ഹ. ഈ 6 അക്ഷരങ്ങൾക്ക് എന്താ പറയാ? ഹറൂഫുൽ ഹൽഖിന്റെ അക്ഷരങ്ങളാണ്. തൊണ്ടയിൽ നിന്ന് വരുന്ന ലെറ്റേഴ്സ് ആണിത്. ഈ തൊണ്ടയിൽ നിന്ന് വരുന്ന അക്ഷരങ്ങൾ സാക്കിനായ നൂനിന് ശേഷം വന്നാൽ ആ സാക്കിനായ നൂന് എങ്ങനെയാ ഉച്ചരിക്കേണ്ടത്? എങ്ങനെയാ ഉച്ചരിക്കേണ്ടത്? ഇൽഹാർ ചെയ്യണം എന്ന് പറഞ്ഞാൽ അത് പ്രകടമാക്കണം. മൻ എന്ന് തന്നെ പറയണം, ഒന്നും പറഞ്ഞാൽ പറയാം. മൻ, നാവ് മുകളിൽ തട്ടിച്ച് മൻ എന്ന് തന്നെ പറയണം. അത്തരം സന്ദർഭങ്ങളിൽ ഇൽഹാർ ചെയ്യേണ്ട, അഥവാ അതിനുശേഷം ഹംസയോ ഹോ ഐനോ ഹോ ഗൈനോ ഹോ ആണെങ്കിൽ മാത്രമേ ഈ അടയാളം, ഈ സിമ്പൽ കൊടുക്കുള്ളൂ. ഇവിടെ സാക്കിനായ നൂനിന് ശേഷം ആ 6 അക്ഷരങ്ങളല്ലല്ലോ, അല്ല, ഹൽക്കിൽ നിന്നുള്ള അക്ഷരം അല്ലല്ലോ, സായാണ്. അതുകൊണ്ടാണ് അവിടെ എന്ത് ചെയ്യാതിരുന്നത്, ആ സിമ്പല് കൊടുക്കാതിരുന്നത്. ഓക്കെ. എന്നിട്ട് പടച്ചോനൊരു ചോദ്യം ചോദിക്കാം. വമാ അദറാക, ഈ ചോദ്യം നേരത്തെ വന്നതാണല്ലോ. എത്രാമത്തെ ആയത്തിൽ? 3-ാമത്തെ ആയത്തിൽ. وما أدراك ما هي وما أدراك ما هي. 3-ാമത്തെ ആയത്തിൽ വന്നിട്ടുണ്ട് വമാ അദറാക മൽ ഖാരിഅ. ഖാരിഅ എന്താണെന്ന് നിനക്കെന്ത് ദിറായാണ്, നിനക്ക് എന്തറിയാം? ഇവിടെയും ചോദിക്കുന്നത് വമാ അദറാക, നിനക്ക് എന്തറിയാം? എന്ത്? മാ ഹിയ,
മാ എന്താണ്? എന്താണ് ഹിയ അതെന്താന്ന് നിനക്ക് എന്തറിയാം എന്നാ ചോദിക്കുന്നത്. ഏതെന്താണ്? ആവി എന്താന്ന് നിനക്ക് എന്തറിയാം. നമ്മൾ എപ്പോഴെങ്കിലും അങ്ങനെ ചോദിക്കണ്ടോ? അതെന്താന്ന് നിനക്ക് എന്തറിയാം എന്ന് നമ്മൾ എപ്പോഴെങ്കിലും ചോദിക്കലുണ്ടോ? അത്രയും വലിയ ഒരു സംഗതിയാകുമ്പോഴാണ് നമ്മൾ അത്തരത്തിലൊരു ചോദ്യം ചോദിക്കാറുള്ളത്. എന്താ നിങ്ങൾക്ക് അറിയാവോ എന്ന് ചോദിക്കുന്നു. ഇന്നലത്തെ അല്ലേ? അതെന്താണെന്ന് നിനക്ക് എന്തറിയാം. ഒമാ അദറാക്ക മാഹിയ. പടച്ചോൻ ആ ചോദ്യം ചോദിക്കുന്നത് നമ്മൾ മറുപടി അറിയാൻ വേണ്ടിയിട്ടല്ല, നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. പടച്ചോൻ തന്നെ അതിന്റെ ഉത്തരം പറയും. അതാണ് അവസാനത്തെ 11ാമത്തെ ആയത്തിലുള്ളത്. നാറുൻ ഹാമിയ നാറുൻ ഹാമിയ. അതെന്താണ്? ഹാവിയ എന്താന്ന് ചോദിച്ചാൽ ഹാവിയ നാറാണ്. നാറെന്ന് പറഞ്ഞാൽ തീയാണ്. അപ്പൊ ആഴമുള്ളതാണെങ്കിലും വെറുതെ ഇങ്ങനെ ഒരു വാക്കുമല്ല, ഒന്നുമില്ലാത്ത ഒരിടത്തുകൂടെ ഇങ്ങനെ താഴേക്ക് വീഴല്ല ചെയ്യുന്നത്. പിന്നെയോ അത് ഫുള്ള് എന്താണ്? തീയാണ്. ഈ തീ എങ്ങനെയുള്ളതാ? തീക്കൊരു വിശേഷണം കൊടുത്തിട്ടുണ്ട്. നാറൻ ഹാമി എന്നല്ല, ഹാമിയത്തുൻ എന്നാണ്. അപ്പൊ നാറെന്നുള്ള പദം എന്തായിരിക്കും? പുല്ലിംഗായിരിക്കോ സ്ത്രീലിംഗായിരിക്കോ? സ്ത്രീലിംഗമാണ്. സ്ത്രീലിംഗം ആയതുകൊണ്ടാണ് എന്ത് വന്നിട്ടുള്ളത്? ഹാമിയത്തുൻ എന്ന അതിന്റെ വിശേഷണം, അതിന്റെ ഹാമിയത്തുൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. ബിന്തുൻ ജമീലത്തുൻ എന്നാ പറയാ, ഭംഗിയുള്ള പെൺകുട്ടി. വലതുൻ ജമീലുൻ എന്നാ പറയാ, ജമീലത്തുൻ വേണ്ട. വലത് എന്നതിനെ നമ്മൾ വിശേഷിപ്പിക്കുമ്പോൾ ജമീലുൻ മതി. ബിന്തുൻ എന്നതിനെ വിശേഷിപ്പിക്കുമ്പോൾ ജമീലത്തുൻ എന്ന് വേണം. നാർ എന്ന പദത്തിന്റെ അവസാനത്തിൽ താ ഇല്ലെങ്കിലും നരകമല്ലേ, അത് സ്ത്രീലിംഗമാണ്. നോക്കേണ്ടതാണ്. അത് നരകത്തിന്റെ അർത്ഥത്തിലല്ല കേട്ടോ. അത് ചില സംഗതികൾ സ്ത്രീലിംഗമായിട്ടാണ് അറബികൾ ഉപയോഗിച്ചത് എന്നതാണ് അതിന്റെ. തീ എന്നതിന്റെ വേർഡ് അവർ സ്ത്രീലിംഗമായിട്ടാണ് ഉപയോഗിച്ചത്. സൂര്യൻ എന്ന പദം ഷംസ്, അതും സ്ത്രീലിംഗമാണ്. വശംസ് വദുഹാഹാ പറഞ്ഞിട്ടുള്ളത്. അർദ് എന്നുള്ള പദം ഭൂമി, അതും സ്ത്രീലിംഗം. മലയാളത്തിലും അങ്ങനെ തന്നെ ഉപയോഗിക്കാം. ഭൂമി ദേവൻ എന്ന് പറയില്ല, പിന്നെന്താ പറയാ? ഭൂമി ദേവി എന്ന് പറയാം. അറബിയിലും അങ്ങനെ തന്നെ അർബ് എന്ന പദം സ്ത്രീലിംഗമായിട്ടാണ് ഉപയോഗിക്കാറുള്ളത്. പക്ഷെ ഖമർ എന്നുള്ള പദം പുല്ലിംഗ കേട്ടോ. ഖമർ എന്താ? ചന്ദ്രൻ. അല്ലെങ്കിൽ ഉപകാരമുള്ള ചന്ദ്രനെ കൊണ്ടാണല്ലോ. പകല് വെളിച്ചത്തിന്റെ ആവശ്യമില്ലല്ലേ. ഈ ചൂടുള്ള സാധനങ്ങളൊക്കെ സ്ത്രീലിംഗാക്കിക്കുന്നില്ല. അറബികളുടെ ഒരു ഖുർആൻ അവതരിപ്പിച്ചിട്ടുള്ളത് ഖുറൈശിന്റെ ലഹജയിലാണ്. അവർ ഉപയോഗിക്കുന്ന അറബി ഭാഷ എങ്ങനെയാണോ അതിലാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഖുർആൻ അവതരിച്ചിട്ടുള്ളത്. ഈ ഖുർആനിലെ ചില പദങ്ങളുടെ അർത്ഥങ്ങള് മുഫസ്സിറുകൾ കണ്ടെത്തിയിട്ടുള്ളത് അറബി കവിതകളിൽ അത് ഏതർത്ഥത്തിനാണ് ഉപയോഗിച്ചിട്ടുള്ളത് നോക്കി. അന്നുണ്ടായിരുന്ന അറബി കവിതകളില് ആ പദം അവര് എന്ന് പറഞ്ഞാൽ അറബികൾ ഏത് അർത്ഥത്തിനായിരുന്നു അത് ഉപയോഗിച്ചത് എന്ന് നോക്കിയിട്ടാണ് ഖുർആനിലെ ചില പദങ്ങൾക്ക് അർത്ഥം കണ്ടെത്തിയിട്ടുള്ളത്. അവർ ഉപയോഗിക്കുന്ന ഭാഷയിലാണ് ഖുർആൻ എന്ത് ചെയ്തിട്ടുള്ളത് ഇറങ്ങിയിട്ടുള്ളത്. അവർ നാറുൻ എന്നതിന് സ്ത്രീലിംഗമായിട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പം അതിനെ വിശേഷിപ്പിക്കുമ്പോൾ ഹാമിയത്ത്. എന്താ ഹാമിയത്ത് എന്നുള്ളതിന്റെ അർത്ഥം? ചൂടുള്ളത്. ഈ ശരീരം ചൂടാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു അസുഖമുണ്ട്. ശരീരം ചൂടാകുമ്പോൾ ഉണ്ടാകുന്ന അസുഖം എന്താ? ആ അസുഖത്തിന് എന്താ നമ്മള് പറയല്? ശരീരം ചൂടാവുക, ബോഡി ഹീറ്റ് ആവുക, പനി. പനിക്ക് അറബിയിൽ എന്താ പറയാ അറിയാമോ?
ഉമ്മ. ഹുമ്മ എന്ന് പറയാം. ഹുമ്മ അതിൽ നിന്ന് വന്നിട്ടുള്ളതാ ഹുമ്മ. ഹാമിയത്ത് എന്ന് പറഞ്ഞാൽ ശരിക്കും പൊള്ളിക്കുന്നത് എന്നൊക്കെ അർത്ഥം. പൊള്ളിക്കുന്നത്, ചുട്ടുപൊള്ളും. ചുട്ട് പൊള്ളുന്നത് എന്നൊക്കെയാണ് അർത്ഥം. കുടിക്കാൻ കൊടുക്കുന്ന വെള്ളത്തെ കുറിച്ച് പറഞ്ഞപ്പോഴും ഖുർആൻ ഈ പ്രയോഗം നടത്തുന്നുണ്ട്. ഹാമിയ എന്ന പ്രയോഗം നടത്തുന്നുണ്ട്. അവിടെ ആനിയാണല്ലേ. ഹാമിയത്ത് എന്ന് പറഞ്ഞാൽ പൊള്ളുന്നത്. ഈ അതും എങ്ങനെ ചൂട് അറിയാമോ? ലോഹങ്ങളൊക്കെ ഉരുക്കുന്നതിന് അഹ്മ യുഹ്മി എന്ന പ്രയോഗം ഉപയോഗിക്കാറുണ്ട്. അഹ്മ യുഹ്മി, അങ്ങനെ ഉരുക്കി കളയുന്ന എന്തെങ്കിലും അതിലേക്ക് ലോഹങ്ങൾ ഇട്ടാൽ പോലും ഉരുകി പോകുന്ന തരത്തിലുള്ള ചൂടുള്ള തീയാണത്. അത് നമ്മൾ ഈ വെള്ളം തിളപ്പിക്കാനൊന്നും കത്തിക്കുന്ന തീയിന്റെ ചൂടല്ല അതിനുള്ളത് എന്നർത്ഥം. വെള്ളം തിളയ്ക്കാനുള്ള നമ്മൾ കത്തിക്കുന്ന തീക്ക് എത്ര ചൂട് മതി? ഒരു 100 ഡിഗ്രി ഒക്കെ മതി. ആ തീയിലേക്ക് ഇരുമ്പ് വെച്ചാൽ അത് ഉരുകുമോ? ഇല്ല. അതിന് ചൂട് കൂടുതൽ വേണം. ഇരുമ്പൊക്കെ ഉരുകുന്ന ഇരുമ്പുമല്ല, ഈ കത്തുന്നത് കല്ലാണ്. കല്ല് കത്തി തീയാവുകയാണ്. അതിന്റെ ഫ്യൂവൽ എന്ന് പറയുന്നത് തന്നെ കല്ലാണ്. ഇപ്പൊ കിട്ടിയ കുഴപ്പമില്ലായിരുന്നു അല്ലെ? ഗ്യാസിന് വലിയ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ കല്ല് കത്തല് ശരിക്കും ഈ നരകത്തിന്റെ ആഴങ്ങളില് ഇരിക്കുന്ന വിറക് എന്താന്ന് വെച്ചാൽ അവിടെ കത്തിക്കൊണ്ടിരിക്കുന്നത് എന്താ വെച്ചാൽ ഈ കൽക്കരി പോലെ കല്ലുകളാണ്. ഈ കല്ലുകളാണ് അതിന്റെ താഴെ നിന്ന് ചെയ്യുന്നത്, കത്തുന്നത്. എന്ന് മാത്രമല്ല, അത് ആ കത്തിയിട്ട് ഇങ്ങനെ ജ്വാല അതിന്റെ ടോപ്പ് വരെ പോകുന്നുണ്ട്. അപ്പൊ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള തീയാണ്. ആ ഒരു സിലിണ്ടർ പോലുള്ള അവസ്ഥ, അത്ര ചെറുതല്ല കേട്ടോ. ഒരവസ്ഥയുടെ ഏറ്റവും താഴെ കല്ലുകൾ ഇങ്ങനെ കത്തിക്കപ്പെട്ടതാണ്. ആ കത്തിക്കുന്നതിന്റെ ജ്വാല ഇങ്ങനെ അതിന്റെ മുകളിൽ വരെ എത്തുന്നുണ്ട്. അതും എവിടെ? ഈ ഹാവിയയില്. ഇത്രയും ആഴമുള്ള നരകത്തിൽ അതിന്റെ മുകളിൽ വരെ എത്തുന്നുണ്ട്. വിചാരണയുടെ നാളിൽ അതൊന്നുകൂടി സ്ട്രോങ് ആക്കുന്ന തീ, നമ്മളൊക്കെ ഫ്ലെയിം കൂട്ടുന്നത് പോലെ, അല്ലെങ്കിൽ ഊതിയിട്ട് തീയുടെ ഫ്ലെയിം കൂട്ടുന്നത് പോലെ ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ ഒന്നുകൂടി തീയും ആളി കത്തിക്കപ്പെടും. ഇതിൽ ജഹീം സുഅൈറത്ത് എന്ന് പറയുന്നുണ്ട്. ജഹീം ഒന്നുകൂടെ ആളി കത്തിക്കപ്പെടും. അതിന്റെ ഫ്ലെയിം പടച്ചൊന്നുകൂടി ചെയ്യും, കൂട്ടും. ഇത് നാറുൻ ഹാമിയത്താണ്. ഞാനിത് അവസാനിപ്പിക്കുമ്പോൾ ഒരൊറ്റ സംഗതി കൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. എന്താ വെച്ചാല്, നമ്മൾ അൽഹംദുലില്ലാ ഒരു റമദാൻ കൂടെ അതിന്റെ പരിസമാപ്തിയിലേക്ക് എത്താണ്. നമ്മൾ പൂർത്തീകരിക്കാണ്. 10-25 ദിവസം മുന്നേ നമ്മൾ തുടങ്ങി വെച്ച ഒരു കർമ്മം നമ്മളിങ്ങനെ നിർവഹിച്ചു വന്ന് അതിങ്ങനെ പൂർത്തീകരിക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പം. ഇനി ഇപ്പോഴുള്ള ആലോചന പെരുന്നാളിന് ഡ്രസ്സ് എടുക്കുന്നതും പെരുന്നാളിന് എന്ത് ഭക്ഷണമാക്കണം എന്നുള്ളതും ഒക്കെയാണ്. ഏതായിരുന്നാലും അരിക്കോട് ചുറ്റുപാടുള്ളവരൊക്കെ നല്ല ഭക്ഷണമൊക്കെ ആക്കി വെച്ചത്. വിശ്വത പോയോ? പോയിട്ടില്ല, കേട്ടിക്കണ്. ഉപശത്ത് മുണ്ടിനില്ല. ഞാൻ തൃക്കളയൂർക്ക് പോവാൻ വിചാരിച്ചിരിക്ക. ഓക്കെ, ആയിക്കോട്ടെ, കുഴപ്പമില്ല. പിന്നെ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ അത്തരം ആലോചനകളിലേക്ക് നമ്മൾ കടന്നു. അത് നമ്മളൊരു പൂർത്തീകരണത്തിന്റെ ഘട്ടത്തിലാണ്, ഒരു കർമ്മത്തിന്റെ പൂർത്തി. നമ്മൾ എന്തിനാ നോമ്പ് വെച്ച്? ഇത് ഞാൻ പലതവണ ചോദിച്ചതാണ്, ഒന്നുകൂടി ചോദിക്കാറ്. എന്തിനാ നോമ്പ് വെച്ച് എന്ന് പറഞ്ഞാൽ, നമ്മൾ നമ്മളുടെ മനസ്സിന്റെ ഇച്ഛയെ ഷവ്വാൽ മുതൽ ഷഅബാൻ വരെയുള്ള ഞാൻ പറഞ്ഞു ശരിക്കുള്ള ഗെയിം വരുന്നത് അവിടെയാണ്. പടച്ചോൻ ഒരു വിധികർത്താവ് എന്നുള്ള നിലക്ക് വിധി നിർണയിക്കുക അവിടെയാണ്, മാർക്കിട് അവിടെയാണ്, ഷവ്വാൽ ടു ഷഅബാൻ. അപ്പൊ അവിടെ പരാജയപ്പെടാതിരിക്കാനുള്ള ഒരു പരിശീലനം നേടുകയായിരുന്നു നമ്മളിപ്പം. ആ പരിശീലനം നമ്മൾ നേടിയത് അവിടെ എപ്പോഴൊക്കെയാണോ നമ്മൾ നമ്മളുടെ മനസ്സിന്റെ ഇച്ഛകളെ നിയന്ത്രിക്കേണ്ടത് അതിലല്ല നമ്മൾ പരിശീലനം നടത്തിയത്. നമ്മൾ കുറച്ചുകൂടെ
കടുത്ത പരിശീലനം നടത്തുന്നത്. നമ്മൾ പകല് അതുവരെ അനുവദനീയമായാലും ശേഷവും അനുവദനീയമായ ചിലത് ഏറ്റവും വലിയ ചില വികാരങ്ങളെ നമ്മൾ നിയന്ത്രിച്ചുകൊണ്ട് പരിശീലിച്ചതാണ്. ഷവ്വാൽ മുതൽ അങ്ങോട്ട് തോൽക്കാതിരിക്കുന്നത്. എന്തിനാ നമ്മൾ ഈ നിയന്ത്രിക്കുന്നത്? നിയന്ത്രിക്കുന്നത് കൊണ്ട് എന്താ ഗുണമുള്ളത്? മനസ്സിന്റെ ഇച്ഛകളെ നിയന്ത്രിച്ചു നിർത്തി നമ്മൾ ഷവ്വാൽ മുതൽ ഷാബാൻ വരെയുള്ള പല ആഗ്രഹങ്ങളെയും പലതും നമ്മൾ ത്യജിച്ചു, വേണ്ടാന്ന് വെച്ചു. എന്തിനാ അത് നിയന്ത്രിക്കുന്നത്? എന്തിനാ നിയന്ത്രിക്കുന്നത്? വരുന്ന 11 മാസത്തേക്കുള്ള ഒരു അതെ, ഈ 11 മാസവും നമ്മൾ നിയന്ത്രിക്കുന്നത് എന്തിനാ? നമ്മളുടെ ഇഷ്ടങ്ങളെ മാറ്റി വെക്കുന്നത് എന്തിനാ? നമ്മളുടെ ഹവയെ കൺട്രോൾ ചെയ്യുന്നത് എന്തിനാ? അവിടെയാണ് നമ്മളുടെ ജീവിതത്തിന്റെ വിജയം. അഥവാ അവർക്കാണ് അങ്ങനെ നിയന്ത്രിക്കാൻ കഴിയുന്നവർക്കാണ് എന്തുള്ളത്? സ്വർഗമുള്ളത്. സ്വർഗത്തിന്റെ പ്രത്യേകത എന്താ? സ്വർഗത്തിന് കുറേ പ്രത്യേകതകളുണ്ട്. ഒന്ന് ലാ മഖ്തൂഅത്തിൻ വലാ മംനൂഅ എന്നുള്ളതാണ്. അവിടെ നമ്മൾ അനുഭവിക്കുന്ന സുഖങ്ങൾ ഒരിക്കലും ബ്രേക്ക് ആയി പോലെ മുറിഞ്ഞൂല. മുറിഞ്ഞു പോകുമോ എന്ന് ചിന്തിക്കുമ്പോഴാണ് നമുക്ക് പേടി ഉണ്ടാവുക, അല്ലെ? നമ്മൾ അനുഭവിക്കുന്ന ആരോഗ്യമാകട്ടെ, സമ്പത്താകട്ടെ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഞാമത്തുകളാകട്ടെ, അതെനിക്ക് എന്നിൽ നിന്ന് എടുത്തു കളയപ്പെടുമോ പടച്ചോനെ എന്ന് ചിന്തിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ എനിക്ക് നഷ്ടം സംഭവിക്കുമോ എന്ന് ചിന്തിക്കുമ്പോഴാണ് നമ്മൾക്ക് എന്തുണ്ടാവുക? പേടി ഉണ്ടാവുക. സ്വർഗത്തിൽ അങ്ങനെ ഒരു സാധനം നിങ്ങൾക്ക് വേണ്ട. അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്തുവാത്താണ്, മുറിഞ്ഞു പോവാത്തതാണ്, നഷ്ടം സംഭവിക്കില്ല. അപ്പൊ മനസ്സിൽ നിന്ന് ഒരു സാധനത്തെ നമ്മൾക്കായിട്ട് പുറത്തിടാൻ കഴിയും. എന്തിന്? ഹൗഫ് എന്ന് പറഞ്ഞ സംഗതിയെ. പിന്നെ ഒരു സംഭവം എന്താ വെച്ചാല്, നമ്മൾക്ക് കുറെ ആഗ്രഹങ്ങളുണ്ട്, അത് കിട്ടാതെ പോകുമോ എന്നുള്ളതാണ്. ഇവിടെ നമ്മളുടെ പ്രശ്നം അതാണല്ലോ. കുറെ ആഗ്രഹങ്ങളുണ്ട്, ശ്രമിക്കുന്നുണ്ട്, പടച്ചവനോട് തേടുന്നുണ്ട്. എനിക്ക് ഇന്ന സൗകര്യങ്ങളും കൂടിയൊക്കെ വേണം പടച്ചവനെ, എനിക്ക് ഇന്ന കാര്യങ്ങൾ നടത്തണോ, അത് ശരിയായി കിട്ടാൻ പടച്ചവനെ, അങ്ങനെ ആഗ്രഹങ്ങളുണ്ട്, പടച്ചവന് തേടുന്നുണ്ട്. പക്ഷെ ചിലത് നടക്കുന്നില്ല. പടച്ചവൻ അവിടെ തടഞ്ഞു വെച്ചിരിക്കുകയാണ്, നമ്മൾക്ക് മംനൂഅത്താക്കി വെച്ചിരിക്കുകയാണ്. ചിലർക്ക് ചില ആഗ്രഹങ്ങൾ, എല്ലാവർക്കും ഉണ്ടാവും അങ്ങനെ തടഞ്ഞു വെക്കപ്പെട്ട ആഗ്രഹങ്ങൾ. സ്വർഗത്തിന്റെ രണ്ടാമത്തെ ഒരു പ്രത്യേകത അവിടെ അതുണ്ടാവില്ല എന്നുള്ളതാണ്. ആവശ്യങ്ങള് മംനൂഅത്തല്ല, തടയപ്പെടൂല, അല്ലെങ്കിൽ ആഗ്രഹങ്ങള് തടയപ്പെടൂല. നമ്മൾ ആഗ്രഹിക്കുന്നത് പടച്ചോൻ എന്ത് ചെയ്യും? തരും. എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളുടെ മനസ്സിനെ നിയന്ത്രിക്കേണ്ട അവസ്ഥ ഇല്ല എന്നർത്ഥം. എനിക്ക് കിട്ടൂല, ഇനി അത് ആഗ്രഹിക്കണ്ട, അത് നിനക്ക് നിഷിദ്ധമാണ്, മംനൂഅത്താണ്, വെറുതെ അതിൽ കൊതിക്കണ്ട എന്ന് പറഞ്ഞ് ഞാൻ എന്റെ മനസ്സിനെ കൺട്രോൾ ചെയ്യേണ്ട അവസ്ഥ ഉണ്ടാവൂല. അതേസമയം അത് കിട്ടാതെ പോയാലോ, സ്വർഗം കിട്ടാതെ പോയാലോ, എന്താ പ്രശ്നം? എന്താ? പിന്നുള്ളത് നരക. ഈ നരകത്തിന്റെ പ്രശ്നം എന്താ? നരകത്തില് വലിയ വലിയ ആഗ്രഹങ്ങളൊന്നും ഉണ്ടാവില്ല. പടച്ചോനെ എനിക്ക് വീട് കുറച്ചുകൂടി സൗകര്യപ്പെടുത്തണം, അല്ലെങ്കിൽ വാഹനം ഒന്നുകൂടി അപ്ഗ്രേഡ് ചെയ്യണം, കുറച്ചുകൂടി സ്ഥലം വാങ്ങേണ്ടിയിരുന്നു, ഇങ്ങനെ തുടങ്ങിയിട്ട് കുറച്ചുകൂടി ബാങ്ക് ബാലൻസ് ഒന്നും, ഇങ്ങനെയുള്ള വലിയ വലിയ ആഗ്രഹങ്ങളൊന്നും ഉണ്ടാവില്ല. ആഗ്രഹങ്ങൾ എന്തേ ഉണ്ടാവുള്ളൂ അറിയാമോ? പക്ഷെ എനിക്ക് കുറച്ചു നേരം ഈ ചൂടിൽ നിന്നൊന്നും മാറി നിൽക്കാൻ പറ്റുമോ എന്നതേ ആഗ്രഹം ഉണ്ടാവുള്ളൂ. കുറച്ചുകൂടെ പൊള്ളിക്കൊണ്ടിരിക്കുകയാണ്, എനിക്ക് ദാഹിക്കുന്നത്, എന്റെ തൊണ്ട വരളുന്നുണ്ട്, എനിക്ക് കുറച്ച് തൊണ്ട ഒന്ന് നനയ്ക്കാൻ കുറച്ച് വെള്ളം കിട്ടിയാൽ മതി എന്നതേ ഉണ്ടാവുള്ളൂ ആഗ്രഹം. വേറെ ഒന്നും ഉണ്ടാവില്ല. വലിയ വലിയ ആഗ്രഹങ്ങളൊന്നും ഉണ്ടാവില്ല, ചെറിയ ചെറിയ ആഗ്രഹങ്ങളേ ഉണ്ടാവുള്ളൂ. നടക്കോ? നടക്കൂല. ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. പിന്നെ ഞാൻ സ്വയം ശ്രമിച്ചു നോക്കുക എന്നുള്ളതാ, കിട്ടാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു നോക്കുകയൊക്കെ ചെയ്യും. ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്നിടത്തുനിന്ന് ഒന്നങ്ങോട്ട് മാറി നോക്കുമ്പോ ഒന്നായിട്ട് മേലേക്ക് ഈ പറഞ്ഞ ലോഹങ്ങൾ ഉരുക്കിയതുപോലുള്ള ദ്രാവകം മേലേക്കാട്ട് വന്ന് വീഴുക ചെയ്യുക. ഒന്നാകെ മേലേക്ക് ഒഴിക്കപ്പെടും. ഹമീം എന്നാ അതിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഇവിടുന്ന് ഈ തീയിൽ നിന്നൊന്ന് മാറി നിൽക്കുമ്പോ മേലേക്ക് ഒന്നായിട്ട് ഹമീം വന്ന് വീഴുകയാണ്, അല്ലെങ്കിൽ ആ ഹമീമിലേക്കാണ് നമ്മൾ കയറി ചെല്ലുന്നത്. അവിടെ നിൽക്കുവോ? അവിടെ നിൽക്കൂല, അങ്ങോട്ട് തന്നെ മാറുമ്പോ പിന്നെ എങ്ങോട്ടാണുള്ളത്? എവിടേക്കാ വരാനുള്ളത്? ഈ തീയിലേക്കാ വരാനുള്ളത്.
അവിടെ നിൽക്കാൻ കഴിയുന്നില്ല. അപ്പൊ അങ്ങോട്ട് പോകും, ഇങ്ങനെ ത്വവാഫ് ചെയ്യുക. യതൂഫൂന ബൈനഹാ വബൈന ഹമീമിൻ ആൻ എന്ന് ഖുർആൻ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ടാണ്. ഈ കളി കളിച്ചിട്ട് കാര്യമില്ല. പിന്നെ ചെയ്യെന്താ വെച്ചാൽ കേറി പറ്റാൻ പറ്റുമോ നോക്കുക. എത്ര ആളുള്ള ഹാവിയത്താണെങ്കിലും ശരി, എങ്ങനെങ്കിലും കുറച്ചെങ്കിലും മേലോട്ടൊന്ന് കേറിയൊക്കെ കഴിച്ചിലാവാൻ പറ്റുമോ എന്ന് നോക്കുക. അതിനും ശ്രമിക്കൂട്ടോ. പക്ഷെ എന്താ സംഭവിക്കുക? കുല്ലമ അറാദു അൻ യഖ്റുജു മിൻഹാ ഉഈദു ഫിഹാ, തിരിച്ച് അതിലേക്ക് തന്നെ വീഴും. കയറി പുറത്ത് കടക്കാൻ ശ്രമിക്കുമ്പോൾ താഴേക്ക് തന്നെ വീഴും. ഉഈദു ഫിഹാ, ഒരു രക്ഷയില്ലാതെ കാണുമ്പോ പിന്നെ ഒരു തേട്ടുണ്ട്, ഒരു കെഞ്ചിക്കൊണ്ടുള്ള തേട്ടം. അത് അവിടെ കാവൽ നിൽക്കുന്ന മലക്കിന്റെ നേതാവിനോടാ പറഞ്ഞു നോക്കുക. യമാലിക്കു ലിയഖ്ദി അലൈനാ റബ്ബുക. എന്താ ആവശ്യപ്പെടുന്നതെന്ന് അറിയാമോ? ഞങ്ങളൊന്ന് മരിപ്പിച്ച്